നമസ്കാരം സുഹൃത്തുക്കളെ, ഫാമിലി കുക്ക് ബുക്കിൽ നിങ്ങളോടൊപ്പം ഇന്ന് സുരഭിയാണ്. ഇന്ന് നമുക്ക് ധാബ സ്റ്റൈലിലുള്ള ഒരു ആലു ഗോബി ഉണ്ടാക്കി നോക്കാം. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷെ വളരെ രുചികരമായിട്ടുള്ളൊരു വിഭവമാണിത്. പ്രത്യേകിച്ച് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ സവാള, വെളുത്തുള്ളി തുടങ്ങിയ ചേരുവകൾ ചേരുന്നില്ല. പക്ഷേ രുചിക്ക് ഒരു കുറവുമില്ല. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ ഈ ധാബ സ്റ്റൈൽ ആലു ഗോബി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിനു വേണ്ട ചേരുവകൾ, ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളാക്കി എന്നാൽ കനം കുറഞ്ഞ് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായി വലിയ കഷ്ണങ്ങളാക്കി എടുത്ത ഉരുളക്കിഴങ്ങ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ കോളിഫ്ലവറിൻ്റെ പകുതി. കോളിഫ്ലവർ വലിയ കഷ്ണങ്ങളാക്കി തിളച്ച വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ച് 2-3 തവണ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. നന്നായി പഴുത്ത ചെറിയ 2 തക്കാളി, വലുതാണെങ്കിൽ 1 മതി. അത് നല്ല പഴുത്തതായിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ 4 പച്ചമുളക് നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടുള്ളത് അത് വേണം. പിന്നെ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒട്ടും തീരെ പുളിയില്ലാത്ത കട്ട തൈര് 3 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില, അതുപോലെ തന്നെ ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. ഇത് ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വേണം. ഇനി ഇതിന് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയും സാധനങ്ങളാണ് പൊടികളായി വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രം, കുറച്ച് വലിയ പാത്രം എടുത്തോളൂ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചൂടായതിനു ശേഷം നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ്, കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർത്തി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് ഒരു 4 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായി വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങിന് കോളിഫ്ലവറിനേക്കാളും വേവ് കൂടുതലാണ്. അതുകൊണ്ട് 4-5 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടിത് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഏകദേശം നമ്മളൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെള്ളം വാർത്തി വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തീ ഒട്ടും കുറയ്ക്കരുത്. തീ കുറച്ചാൽ ഇത് വല്ലാതെ വെന്ത് പോവും. എന്നാൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് ഇത് നല്ല ക്രിസ്പിനെസ് ഒരിക്കലും പോവുകയില്ല. അപ്പോൾ കൈയെടുക്കാതെ നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ പിന്നെ ഒരു 3-4 മിനിറ്റോളം നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കണം. ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഈ കറിയുടെ വേവ് മുഴുവൻ നടക്കേണ്ട സമയം. അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ഇങ്ങനെ വഴറ്റി വേവിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് പിന്നെയും 2-3 തവണ നന്നായിട്ട് ഒരു 2-3 മിനിറ്റോളം നന്നായിട്ടത് വഴറ്റി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിം തന്നെ ആയിരിക്കണം തീ. കണ്ടോ, ഇപ്പോൾ ഇത്ര നേരം വഴറ്റിയപ്പോൾ വെള്ളമെല്ലാം വറ്റി ഈ കോളിഫ്ലവറെല്ലാം ഒന്ന് ചുരുങ്ങി ഇത്രയായി. ഒരു ബ്രൗൺ ആ ഉരുളക്കിഴങ്ങ് കണ്ടാൽ അറിയാം, ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഈ ഉരുളക്കിഴങ്ങിന്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു കളർ വരണം ഉരുളക്കിഴങ്ങിനെല്ലാം, അപ്പോഴാണ് ഇത് പാകമായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മുഴുവൻ കോരി എടുത്തതിന് ശേഷം നമ്മൾ ആ സെയിം പാത്രത്തിലേക്ക് തന്നെ അല്പം കൂടി ഒരു ടീസ്പൂണോളം എണ്ണ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എണ്ണ നന്നായി ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നമ്മളുടെ 1/2 ടീസ്പൂൺ ജീരകം ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് കൊടുക്കുകയാണ്. ജീരകം ഒന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞു വെച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണമെല്ലാം ഒരുവിധം മാറി കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ 2 ചെറിയ തക്കാളിയാണ്.
വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മാത്രം മതി. നല്ല പഴുത്ത ചുവന്ന നിറമുള്ള നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം, അല്ലെങ്കിൽ കറിക്ക് പുളി കൂടി പോവും. നിങ്ങൾക്ക് തക്കാളി പഴുത്തതല്ലെങ്കിൽ ഒരു തക്കാളി ആയാലും കുഴപ്പമില്ല. നന്നായിട്ട് ഇത് ഉടയണം. അപ്പോൾ നല്ല തക്കാളിയെല്ലാം വെന്ത് ഉടഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, അതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാശ്മീരി മുളക് പൊടി. ഈ സമയത്ത് നമ്മൾ തീ നന്നായി കുറച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ചേർത്തിട്ട് നമ്മൾ വേണമെങ്കിൽ ഈ സമയത്ത് തീ വളരെയധികം കുറച്ച് വെക്കുക. വേണമെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ശേഷം പൊടി ഇട്ട് കൊടുത്താൽ മതി. പൊടി പ്രത്യേകം ശ്രദ്ധിക്കുക, പൊടി കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ ഈ കറിക്ക് ഭയങ്കര കയ്പ്പ് രസമായിരിക്കും. അതുകൊണ്ട് പൊടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. വേണമെങ്കിൽ അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കിതിലേക്ക് വഴറ്റി കൊടുക്കാം. ഗരം മസാല ഈ അവസരത്തിൽ ഇതിലേക്ക് ചേർക്കരുത്. ഗരം മസാല നമ്മൾ അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ പൊടിയുടെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം എണ്ണ ചേർക്കാം, ഇല്ലെങ്കിൽ നന്നായിട്ട് വഴറ്റി കൊടുത്താലും മതി. ഞാൻ എണ്ണ ചേർക്കുന്നില്ല. ഇപ്പോൾ നന്നായി വഴറ്റി ആ പൊടിയും തക്കാളിയെല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത, തീരെ പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാം. പുളി ഇഷ്ടമില്ലാത്തവർക്ക് തൈരിൻ്റെ അളവ് കുറയ്ക്കാം. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ കൂടി മതി. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, തീരെ പുളി പാടില്ല. കാരണം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളിയും തൈരിൻ്റെയും പുളി കൂടുതലായാൽ കറിക്ക് പുളി രസം കൂടിപ്പോവും. അതുകൊണ്ട് നിങ്ങളുടെ രുചി അനുസരിച്ച് തൈര് ചേർത്ത് നന്നായി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റോളം നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയും തൈരും എല്ലാം നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവറും അതുപോലെ ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാല ഇതിൽ നന്നായിട്ട് ഈ കഷ്ണങ്ങളിൽ നന്നായി പിടിക്കുന്നത് വരെ ഒന്ന് 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് ശ്രദ്ധിക്കുക, തീ കൂട്ടി കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിക്കൊള്ളട്ടെ. നന്നായി ഇത് വഴറ്റി കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേണ്ടത്ര ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി വഴറ്റി കൊടുക്കുന്നു. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. കൈയെടുക്കാതെ ഹൈ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി വെള്ളമെല്ലാം വറ്റി ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇനി 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. ഇത് നന്നായിട്ട് നല്ലൊരു മണമെല്ലാം വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. കണ്ടോ, ഇത് കണ്ടോ, ഈ മസാല ഇതിൽ നന്നായിട്ട് പുരണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ അല്പം വെള്ളം, നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ ആ മസാല ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ശ്രദ്ധിക്കുക, തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കുക, എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ്. നല്ല ഉപ്പ് കുറച്ചുകൂടി കുറവാണ്. ഞാൻ ഇത്തിരി കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കണം. ഉപ്പ് കൂടി പോവാതെ നോക്കണം. അപ്പോൾ ഇനിയും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പുളി അധികമാവാതെ നോക്കണം. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് സോഫ്റ്റ് ആവാനാണ്. കണ്ടോ, വെള്ളം വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ വെള്ളം വറ്റി എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. നല്ല ഒരു ഫ്ലേവർ, നല്ലൊരു മണമെല്ലാം ഇതിൽ നിന്നിങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തോ ഒന്ന് നോക്കട്ടെ. ഒന്ന് മുറിച്ച് നോക്കുമ്പോൾ, നമ്മൾ തവി കൊണ്ടൊന്ന് അമർത്തി നോക്കുമ്പോൾ ഉടയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് എന്നാണ്. കോളിഫ്ലവർ പിന്നെ പെട്ടെന്ന് വേവും, അതൊരു ഫ്ലവർ അല്ലേ, വേഗം വേവും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗരം മസാലപ്പൊടി. അത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മൾ മാറ്റി വെച്ചത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ എന്ന് തന്നെ പറയാം, അത് നമ്മുടെ മല്ലിയിലയാണ്. അപ്പോൾ 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് കൂടി വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയില, ഒരു കൈ നിറയെ മല്ലിയില നന്നായി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് തീ അല്പം കുറച്ചേക്കാം.
കണ്ടോ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ധാബ സ്റ്റൈൽ ആലു ഗോബി. വളരെ ടേസ്റ്റുള്ള ഒരു ഡിഷാണിത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റായി എന്നെ അറിയിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സി യു.